ഹലോ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എത്ര പരിതാപകരമായ അവസ്ഥയിലാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ ഒന്ന് മനസ്സിലായി. ജസ്റ്റ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ഇവിടെ കട്ടപ്പനയിൽ നിന്ന് ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിൽ നിന്ന് ബിരിയാണി മേടിച്ചു. ബിരിയാണിക്കകത്ത് ഒരു ചത്ത പല്ലി ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്നേരം ഫുഡ് സേഫ്റ്റിയിൽ കംപ്ലയിൻറ്റ് ചെയ്തു. കംപ്ലയിൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. കംപ്ലയിൻറ്റ് ചെയ്ത് അവർക്ക് ഒരു ടോൾ ഫ്രീ നമ്പറുണ്ട്. അപ്പോൾ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നൈറ്റാണ്, ആരും കോൾ എടുത്തില്ല. 24 hours അവൈലബിൾ ആയിരിക്കേണ്ട നമ്പറാണ്. വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിച്ചു, ഒരാളെ കിട്ടി, വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇടുക്കി ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒക്കെ ചെയ്തു. പിറ്റേ ദിവസം ഒരു 10 മണിയായിട്ടും പിന്നെ വേറൊരു അപ്ഡേറ്റും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കോൾ വരുന്നുണ്ട്. നിങ്ങൾ അവർ വരാൻ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളവരെ ഇൻഫോം ചെയ്തിട്ടില്ല, റെസ്റ്റോറൻറ്റ് ആൾക്കാരെ നമ്മൾ ഇൻഫോം ചെയ്തിട്ടില്ല. പക്ഷെ അവിടുന്ന് നമുക്ക് കോൾ വരുന്നുണ്ട്, അവർ വന്നിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ നമ്മളിങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല അവർ. പിറ്റേ ദിവസം ഒരു 10 മണി കഴിഞ്ഞിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, അവർ 5 ദിവസത്തിനകം അന്വേഷിച്ചിട്ട് നടപടിയെടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇന്നൊരു കംപ്ലയിൻറ്റ്, അത് ഫുഡിനെയൊക്കെ പറ്റിയുള്ളൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് 5 ദിവസം കഴിഞ്ഞിട്ട് അന്വേഷിച്ച് അതിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എന്താ കാര്യമൊന്നും ഇതുവരെ മനസ്സിലാകുന്നില്ല. പിന്നീട് നമ്മൾ കംപ്ലയിൻറ്റ് ഫുഡിനകത്ത് ഇങ്ങനൊരു കാര്യം കണ്ടു എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പോലും അന്വേഷിക്കാൻ അവർ തയ്യാറായിട്ടില്ല. നമ്മളൊരു കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് അവർ ചെക്ക് ചെയ്ത് അതിനുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ആർക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തത്. നമ്മൾ സാധാരണ ആൾക്കാർ കാണിച്ച ഉത്തരവാദിത്വം പോലും കാണിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ റെഡി ആയിട്ടില്ല. അത് നല്ല വിഷമമുണ്ട്. അപ്പം ഇത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേരോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്തത്. നമുക്കുണ്ടായ അനുഭവം ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. മാത്രമല്ല, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണമെന്നും കൂടെ നമുക്ക് ഇതിനകത്ത് നമുക്ക് പഠിക്കാൻ പറ്റി. നമ്മൾ നിയമപരമായിട്ട് പോയിട്ട് ഒരു കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്തുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്തില്ലെന്ന്. കാരണം നമ്മളുടെ വാങ്ങിച്ച ഫുഡിൽ കിട്ടിയ ആ ഒരു പല്ലി അതാണ് എന്ന് 100%. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തപ്പം റെസ്റ്റോറൻറ്റുകാർ പറഞ്ഞത് അത് പല്ലിയല്ല, വേറെന്തോ സാധനമാണെന്നാണ് പറയുന്നത്. അത് 100% ഉറപ്പിക്കണമെങ്കിൽ അത് ചെക്ക് ചെയ്തെങ്കിൽ മാത്രമേ, ഫുഡ് പരിശോധിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 100% കൺഫർമേഷൻ കിട്ടിയില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്, നമ്മൾ മേടിച്ച സാധനത്തിൽ നമുക്കൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് അവർ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് 100% നമുക്ക് ഉറപ്പില്ല, പക്ഷേ നമുക്ക് അങ്ങനെ സംശയമുണ്ട്. നമുക്കൊരു 80%, 90% ഉറപ്പാണ്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ അവർ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പേര് മെൻഷൻ ചെയ്യാത്തത്, റെസ്റ്റോറൻറ്റിൻ്റെ പേര് മെൻഷൻ ചെയ്യാത്തത് അതുകൊണ്ടാണ്. സോ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഇത് ഞാൻ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാഹചര്യം ഏത് ഹോട്ടലിൽ നിന്ന് ആയിക്കോട്ടെ, ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ എവിടെയെങ്കിലും ഫേസ് ചെയ്യുകയാണെങ്കിൽ നിയമപരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ചുക്കും നടക്കില്ല. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വേറെ എന്തെങ്കിലും മാർഗത്തിലൂടെ പ്രതികരിക്കാമെങ്കിൽ അതിനെന്തെങ്കിലും നിങ്ങൾക്കും ഇനി അവിടുന്ന് ഫുഡ് കഴിക്കുന്ന ഒരാൾക്കും അത് ഉപകാരപ്പെടും. അത്രേ എനിക്ക് പറയാനുള്ളൂ.